ഒളിച്ചോട്ട വിവാഹത്തിലൂടെ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകളിൽ നിറഞ്ഞു നിന്നവരാണ് പൊന്നുവും നന്ദനയും. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയതിനു ശേഷമായിരുന്നു നന്ദന ഇറങ്ങിപ്പോയത്. അന്നത്തെ സാഹചര്യത്തിൽ അത് വേണ്ടിവന്നു എന്നായിരുന്നു നന്ദന പറഞ്ഞത്. ഗോകുലിന്റെ വീട്ടുകാർ നന്ദനയെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. വിദേശത്തായിരുന്ന അച്ഛൻ നാട്ടിലെത്തിയതിനു ശേഷമായിരുന്നു വിവാഹവിരുന്ന് നടത്തിയത്. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൂടെയുമായി എല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു നന്ദന. അടുത്തിടെയായി ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലാണ്. PCODയും ബാലൻസ് പ്രശ്നവും മൈഗ്രെയിനുമൊക്കെയായി ഇടയ്ക്കിടയ്ക്ക് ആശുപത്രിയിലും അഡ്മിറ്റായിരുന്നു. ആ സമയത്ത് അമ്മയും അച്ഛനും വിളിച്ചിരുന്നു. പുത്തൻ വീഡിയോയിലൂടെയായി ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു ഇരുവരും. അവര് വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു. കുണുക്കനും കുണുക്കിയുമൊക്കെ വിളിക്കുന്നുണ്ടോ, അവരെ മിസ് ചെയ്യുന്നില്ലേ എന്ന ചോദ്യത്തിന് അവർ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, ഞാനും വിളിച്ച് സംസാരിക്കാറുണ്ടെന്നായിരുന്നു മറുപടി. വയ്യായ്മയാണ് ഇപ്പോഴത്തെ പ്രശ്നം. കുറെ മരുന്നൊക്കെയുണ്ട്, എപ്പോഴും ക്ഷീണമാണ്, എല്ലാ ഭക്ഷണവും കഴിക്കാനും പറ്റുന്നില്ല, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. PCOD ട്രീറ്റ്മെന്റ് നടക്കുന്നതിനാൽ ബേബി പ്ലാനിങ് ഇപ്പോഴില്ല. ഓൺലൈൻ ബിസിനസ് ഒന്നും ഉടനെ തുടങ്ങാൻ പ്ലാനില്ല. സെലിബ്രിറ്റികളും ബ്ലോഗേഴ്സുമെല്ലാം ഇപ്പോൾ ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ടല്ലോ. തൽക്കാലം ആ പ്ലാൻ ഇല്ല ഞങ്ങൾക്ക്. പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. സമയമെടുത്ത് ചെയ്യണം, കുറെ കഴിയട്ടെ. ചേട്ടന് എന്താണ് ജോലി എന്ന ചോദ്യം തുടക്കം മുതലേ കേൾക്കുന്നതുമാണ്. ചേട്ടൻ വീഡിയോഗ്രാഫറാണ്. വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിയും ആഡ് ഷൂട്ടുമൊക്കെ ചെയ്യാറുണ്ട്. നേരത്തെ ഗൾഫിലായിരുന്നു, ഇപ്പോൾ നാട്ടിൽ സെറ്റിലായി. വീട്ടുകാരുമായുള്ള പിണക്കം ഇനിയെങ്കിലും മാറ്റിക്കൂടെ, അമ്മയെയും അച്ഛനെയും കണ്ട് സംസാരിച്ചൂടെ എന്ന ചോദ്യം ഇത്തവണയും ഉണ്ടായിരുന്നു. ചേച്ചിയുമായി സംസാരിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആശുപത്രിയിലായിരുന്ന സമയത്ത് വിളിച്ച് സംസാരിച്ചിരുന്നു. വയ്യാതായെന്ന് അറിയുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിളിക്കാറുണ്ട്. അവരോട് ഇപ്പോൾ ദേഷ്യമൊന്നുമില്ല. ആശുപത്രി കേസുകളൊക്കെ വരുമ്പോൾ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് മറ്റൊരു കാര്യവും ആലോചിക്കാറില്ല. തുടരെ യാത്രകളായിരുന്നു. കുറച്ച് മടുപ്പായി, അതാണ് നിർത്തിയത്. വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് മുന്നോടിയായി പുറത്തെവിടെയെങ്കിലും പോകണമെന്നൊക്കെയുണ്ട്. ഇടയ്ക്ക് വൺ ഡേ ട്രിപ്പൊക്കെ പോകുന്നുണ്ട്. എല്ലാവരും കണ്ട് മടുത്തതായിരിക്കുമെന്ന് വിചാരിച്ചാണ് വീഡിയോ ഇടാത്തത്. ഇനി നിങ്ങളെയും കാണിക്കാം. അടുത്ത മാസം മുതൽ വീട്ടിൽ ഞങ്ങൾ മാത്രമായിരിക്കും. അമ്മ അച്ഛന്റെ അടുത്തേക്ക് പോവുകയാണ്. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനായിരിക്കും. ഈ മുടി എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് കുറെ പേർ ചോദിച്ചു. സ്ട്രെയിറ്റ് ചെയ്തത് മിക്കവർക്കും ഇഷ്ടമായിട്ടില്ല. എനിക്ക് ബേബി ഹെയർ കുറച്ച് കൂടുതലായിരുന്നു. ഹെയർ സ്റ്റൈലൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഡ്രൈനസ് കാരണം പൊട്ടിപ്പോകുന്ന പ്രശ്നമുണ്ടായിരുന്നു. സ്മൂത്തനിങ് ഒക്കെ ചെയ്തത് കാരണം ഇപ്പോൾ സ്റ്റൈലൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. എന്തിനാണ് എപ്പോഴും മുടിയിൽ തൊടുന്നതെന്ന് കുറെ പേർ ചോദിച്ചു. അത് ഇങ്ങനെ ശീലിച്ചു പോയി. ഫ്രണ്ട് ക്യാമിൽ നോക്കുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒതുക്കി വെക്കുന്നതാണ്. അത് കുഞ്ഞൻ മാത്രമല്ല ഞാനും ചെയ്യുന്നതാണെന്നായിരുന്നു ഗോകുലിന്റെ മറുപടി.